करेण नागं निहितं गुहायां विभ्राजते यद्यतयो विशन्ति वेदान्तविज्ञानसुनिश्चितार्था सन्न्यासयोगायतयः शुद्धसत्त्वाः ते ब्रह्मलोकेषु परान्तकाले परामृतात् परिमुच्यन्ते सर्वे धरं विभावं परमेश्वरूपं यत्पुण्डरीकं पुरमद्य सद्ग्रस्तं तत्रापि धरं गगनं विशोकस्तस्मिन् यदन्तस्तदुपासितव्यम् यो वेदादौ स्वरः प्रोक्तो वेदान्ते च प्रतिष्ठितः तस्य प्रकृतिलीनस्य परस्य महेश्वरः। बोलिए श्री सद्गुरुनाथ महाराज की ओम श्री चिन्मय सद्गुरवे नमः। ओम श्री चिन्मय सद्गुरवे नमः। ഇനിയുള്ള 3-4 ദിവസങ്ങളിൽ ഇത് തുടർച്ചയായിട്ട് കേൾക്കാൻ പോകുന്നതാണ്. എങ്കിൽ കൂടെയും എല്ലാവർക്കും അറിയാവുന്നതുപോലെ ചിന്മയാമിഷൻ്റെ 75ാം വാർഷികം പ്രമാണിച്ചിട്ട് ഡിസംബർ 31-ാം തീയതി പൂനെയിൽ നിന്ന് ആരംഭിച്ച് ഒക്ടോബർ 23-ന് ഡൽഹിയിൽ സമാപിക്കുന്നതായിട്ടുള്ള ചിന്മയ അമൃത യാത്ര, അത് ഭാരതത്തിലുള്ള എല്ലാ സംസ്ഥാനങ്ങളും അതേപോലെ ശ്രീലങ്കയും നേപ്പാളിലും കടന്നായിരിക്കും ഈ 295 ദിവസം കൊണ്ട് ഈ യാത്ര പൂർത്തീകരിക്കുക. ഈ യാത്ര കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് കേരളത്തിലുണ്ട്. കേരളത്തിൽ മാർച്ച് 10-ാം തീയതി കാസർഗോഡ് എത്തിയതാണ്. അതിനുശേഷം കാസർഗോഡ്, കണ്ണൂർ, വയനാട്, പിന്നെ കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ, എറണാകുളം, ഇടുക്കി തുടങ്ങി എറണാകുളം കഴിഞ്ഞു ഇടുക്കി, ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട, കൊല്ലം കഴിഞ്ഞിട്ട് കേരളത്തിലെ 14ാമത്തെ ജില്ലയായിട്ടുള്ള, അല്ലെങ്കിൽ ചിലപ്പോൾ ആദ്യത്തെ ജില്ല എന്ന് വേണമെങ്കിൽ തിരുവനന്തപുരക്കാർ പറയും, എന്താണെങ്കിലും തിരുവനന്തപുരത്ത് എത്തിയിരിക്കുകയാണ്. അപ്പം ഇനിയുള്ള 3 ദിവസങ്ങളിൽ തിരുവനന്തപുരത്ത് യാത്ര ഉണ്ടായിരിക്കും. അതിനോടൊപ്പം 12-ാം തീയതി നമ്മൾ പാറശാലയിൽ വെച്ചിട്ട് ഈ യാത്ര തമിഴ്നാട്ടിലേക്ക് നമ്മൾ കൈമാറുകയും ചെയ്യും. അപ്പം പൂജ്യ ഗുരുദേവൻ സത്യത്തിൽ നമ്മുടെ ഓരോ സെൻറ്റേഴ്സിലേക്കും എത്തിച്ചേരുന്ന ഒരു അവസരം കൂടെയാണിത്. 75ാം വാർഷികം പ്രമാണിച്ചിട്ട് वेदांत प्रशिक्षण केंद्र संस्थापक, विश्व हिंदू परिषद संस्थापक, गीता ज्ञान यज्ञ प्रचारक, भारत गौरव सम्मानित, योगारूढ़ श्रीमंत सद्गुरु श्री चिन्मयानंद